ഹായ് ഗൈസ്, ഹൗ ആർ യു? അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ രാവിലെ പുറത്തിറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് യൂണിവേഴ്സിറ്റി വരെ പോയി നോക്കാം. ഇന്ന് സൺഡേ ആണ്, പക്ഷേ യൂണിവേഴ്സിറ്റിയിലൊന്നും ആളുണ്ടാവില്ല. എനിക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം രാവിലെ എന്താ പാടെന്നുള്ളത്. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയാവുന്നു. ഭയങ്കര തണുപ്പാണ്. ഞാൻ ഓരോ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം ഇവിടുത്തെ. ജസ്റ്റ് ഞാൻ റിയർ ക്യാമറ ഇട്ട് തന്നെ നടക്കാം. ഓക്കെ, ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ ശ്രീലങ്കൻ എയർലൈൻസ് വഴിയാണ് ഞാൻ വന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ദാറ്റ് വാസ് വെരി നൈസ്. ബട്ട് എന്തായാലും ഞാൻ ഫസ്റ്റ് കൊച്ചിയിൽ നിന്നാണ് കൊളംബോ വഴി വരുന്നത്. കൊച്ചിയിൽ നിന്ന് കൊളംബോക്കുള്ള ഫ്ലൈറ്റ് വളരെ ചെറുതായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു സ്നാക്ക്, ഒരു ഡ്രിങ്ക്, ദെൻ പെട്ടെന്ന് എത്തി കേട്ടോ. 1 മണിക്കൂർ അങ്ങനെ എന്തോ പിടിച്ചോളൂ. അങ്ങനെ എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രം കൊളംബോ ടു ലണ്ടൻ ഹീത്രോ. ഭയങ്കര വലിയ, അതിൻ്റെ ഏകദേശം ഒരു 6 ഇരട്ടി എന്നൊക്കെ പറയാം. അത്രയും വലിയൊരു ഫ്ലൈറ്റിലാണ് വന്നത്. ഫ്ലൈറ്റിൽ നല്ല മീലായിരുന്നു. സെക്കൻഡ് ഫ്ലൈറ്റിൽ ഭയങ്കര നല്ല മീലായിരുന്നു. കാരണം 11.5 മണിക്കൂറാണ് അതിൽ ഇരിക്കാറുണ്ടായിരുന്നത്. ഏകദേശം എന്നല്ല, 12 മണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടാവും. ഫുഡ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ച ഒരു സമയത്താണ് ഞങ്ങൾ കയറുന്നത്. കയറി ഉടനെ ജസ്റ്റ് ഒരു ഡ്രിങ്കും സംഭവങ്ങളൊക്കെ കിട്ടി. നല്ല ട്രീറ്റ് ആട്ടോ. എന്തായാലും നമ്മളെ ആയുഭോവ എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അവരെ സിൻഹളീസ് ലാംഗ്വേജിലുള്ള നമസ്കാരം അല്ലെങ്കിൽ നമസ്തേ എന്നൊക്കെ പറയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വെൽക്കം എന്ന് പറയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉച്ചക്ക് കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഉള്ളൊരു മീല്, പിന്നെ ഒരു സലാഡ്, ഒരു കേക്ക്, പിന്നെ കോഫി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് നല്ല ഒരു ചിക്കൻ പാസ്റ്റ ആയിരുന്നു. നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിലൊന്നും സെലക്ട് ചെയ്താൽ മതി. വെജിറ്റബിൾസ്, ചിക്കന്, പിന്നെ വേറെ എന്തോന്നും കൂടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിക്കൻ പാസ്റ്റ കഴിച്ചു. ചിക്കൻ പാസ്റ്റ ഒക്കെ ആവറേജ് ആയിരുന്നു. അല്ലാതെ നമുക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. എന്താണെന്നറിയില്ല, നമുക്ക് നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെതായിരിക്കും വിചാരിക്കുന്നു. എങ്ങനെയായാലും ഓക്കെ, ഫുഡിനൊന്നും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ 10-12 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ 12 മണിക്കൂർ ഏകദേശം കുറച്ച് നേരം ഉറങ്ങി. 1-2-3 ഫിലിം കണ്ടു. മലയാളം ഫിലിം, തമിഴ് ഫിലിമൊക്കെ ഉണ്ട്. എല്ലാ ഫിലിംസും ഉണ്ട്, ഇംഗ്ലീഷൊക്കെ ഉണ്ട്. ഫ്ലൈറ്റിലായിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള സീറ്റിൽ ഒരു ചെറിയ സ്പേസ്, ആ സ്പേസിനുള്ളിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, മറ്റേ ഛർദ്ദിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ മോഷൻ സിക്നസ്സിനുള്ള ബാഗ് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ എന്താക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അതൊക്കെ നല്ലൊരു ടിപ്പാണ് അവിടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആവുമല്ലോ. നമ്മൾ പല ഏരിയയിൽ കൂടിയല്ലേ പോവുക. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ജസ്റ്റ് അത്രയും കട്ടിയൊന്നും ഇല്ലാത്തൊരു ബ്ലാങ്കറ്റ് തരും. അപ്പോൾ ആ ബ്ലാങ്കറ്റ് അത് ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം അത്രയും തണുപ്പുണ്ടായിട്ട് പോലും അത്രയും കട്ടിങ് കനമൊന്നും ഇല്ലാത്ത ആ ഒരു ബ്ലാങ്കറ്റ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. കയ്യൊക്കെ കണ്ടില്ല, നല്ല രീതിയിൽ തന്നെ മരവിച്ച പോലെ ആകും. കാരണം എപ്പോഴും ഹുഡീസിൻ്റെ കീശയിൽ എപ്പോഴും ഇങ്ങനെ കൈയിട്ട് നടക്കലാണ്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലൗസ് ഇടണം. ഒരു ജാക്കറ്റൊക്കെ നല്ലൊന്നും വാങ്ങണം. ഞാൻ ജസ്റ്റ് ഒരു തെർമൽസ് ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. തെർമൽസും പിന്നെ ഒരു ഹുഡിയാണ് ഔട്ട്ഫിറ്റ്. ഓക്കെ, ആണെന്നാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം. സൺഡേ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആരുമില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ബാക്കിലേക്ക് കുറേ ഏരിയ ഉണ്ട്, വാസ്റ്റ് ഏരിയയാണ്. ഏകദേശം ഒരു എത്ര ഏക്കറാണെന്നൊന്നും അറിയില്ല. നല്ല കുറേ ഏരിയ ഉണ്ട്. അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകുന്ന വിചാരിക്കും. അതൊക്കെ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, നല്ല സറൗണ്ടിങ്സും പാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ജസ്റ്റ് രാവിലെ അങ്ങനെ നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു, റൂമിലിരിക്കുന്ന നേരം. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. കൈയൊക്കെ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും.
നല്ല ഡ്രൈ ആയിട്ടുണ്ട്, പോരാത്തതിന് നല്ല മരവിച്ച പോലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.